ഹലോ ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ റിവിഷൻ സീരീസിലെ 14ാമത്തെ വീഡിയോ ആണ് എൻ്റെ മക്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരുപാട് കുട്ടികൾ ഈ ചാപ്റ്ററിന്റെ റിവിഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ അത് ചെയ്യുക തന്നെയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ചെയ്യാൻ പോകുന്നത്. നാളെ മുതൽ തുടർച്ചയായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ SCRT മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മനസ്സിരുത്തി കണ്ടാൽ മാത്രം മതി. ഈ വീഡിയോയിലൂടെ നമ്മുടെ ഈ ചാപ്റ്ററിലെ മുഴുവൻ കൺസെപ്റ്റും സെറ്റായിട്ട് പഠിക്കാൻ പോകും. ആകെ 1, 2, 3 കൺസെപ്റ്റ് മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. സെറ്റാണല്ലോ? അപ്പോൾ നമ്മൾ നേരിട്ട് ഇതിന്റെ കൺസെപ്റ്റിലേക്കും ഇതിന്റെ ഉള്ളറകളിലേക്ക് കടക്കുകയാണ്. റെഡി? ഒന്ന് വന്നേ, എൻ്റെ കൂടെ ഒന്ന് വന്നേ. എന്താണ്? ട്രിഗണോമെട്രി ആണല്ലേ, ത്രികോണമിതിയാണ്. നമ്മൾ കൺസെപ്റ്റും അതുപോലെ ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആദ്യം? ആംഗിൾസ് ആൻഡ് സൈഡ്, വശങ്ങളും കോണുകളുമാണ്. നമ്മുടെ കയ്യിൽ 2 ത്രികോണങ്ങളുണ്ട്. ഈ 2 ത്രികോണങ്ങളും മട്ട ത്രികോണങ്ങളാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആദ്യത്തേത് 90. ആദ്യത്തെ ത്രികോണം 90. ഈ കോണം 45 ഡിഗ്രി, ഈ കോണും 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. റെഡിയാണല്ലോ? അപ്പൊ 45, 45, 90 ഡിഗ്രി വരുന്ന ഒരു ത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം. അതിന്റെ കോണുകൾ 45, 45, 90 ആണെങ്കിൽ, അതായത് 45:90 ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√2 ആയിരിക്കും. 1:1:√2. എന്താണ് അതിന്റെ അർത്ഥം? 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും എത്ര തന്നെയായിരിക്കും? 1 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം എത്രയായിരിക്കും? √2 ആയിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. റെഡി ആണല്ലോ? റെഡി? 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. റെഡി? അപ്പൊ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1, ഇവിടെ എത്രയാണ്? 2. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2 ആണെങ്കിലോ ഇവിടെ എന്തായിരിക്കും? 2. ഇവിടെ എന്തായിരിക്കും? 2√2. സെറ്റാണല്ലോ? ഇവിടെ 3 ആണെങ്കിലോ ഇവിടെയും 3, ഇവിടെ എന്തായിരിക്കും? 3√2. റെഡിയാണല്ലോ? ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5, ഇവിടെ എത്രയായിരിക്കും? 5√2. റെഡി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇനി ഇവിടെ √2 പകരം ഇവിടെ 5 വന്നു എന്ന് വിചാരിച്ചു. √2 പകരം എത്ര വന്നു? 5. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 5/√2. ഇതും എത്രയായിരിക്കും? 5/√2. ഇവിടെ √2 അല്ലാതെ ഏത് സംഖ്യ വന്നാലും ബാക്കിയുള്ള ഈ 2 സംഖ്യകൾ കിട്ടാൻ മക്കൾ എന്ത് ചെയ്താൽ മതി? √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 3 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 3/√2. ഇവിടെ എത്രയായിരിക്കും? 3/√2. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ത്രികോണത്തിലേക്ക് പോവാണ്. 90 ഡിഗ്രി, ഈ കോണ് 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ, ഈ കോൺ ഒരു 30 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. സെറ്റാണോ? വിചാരിച്ചോ? ഏതൊക്കെയാണ്? 30, 60, 90. 30:60:90 ആണെങ്കിൽ അവയുടെ അംശബന്ധം എത്രയാണ്? 1:√3:2. എന്താ അതിന്റെ അർത്ഥം? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? √3 ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2. എങ്ങനെ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതിന്റെ ഇരട്ടി 2. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? √3. തന്നെ ഇവിടെ നോക്ക്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2√3. ഇവിടെ എത്രയായിരിക്കും? 4. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 6. ഇത് 3√3. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 5√3 ആണ്. അവസാനം എത്രയാണ്? 10. സെറ്റാണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ?
കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാംസ് ഷോൺ ബിലോ. താഴെ നമുക്ക് രണ്ട് പാരലലോഗ്രാംസ് തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ പരപ്പളവാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ പാരലലോഗ്രാം തന്നെ എടുക്കുന്നതെന്ന് വിചാരിച്ചു. ആദ്യത്തെ പാരലലോഗ്രാം, അതിന് ആദ്യത്തെ പാരലലോഗ്രാമിന്റെ പ്രത്യേകത ഇവിടെ 45 ഡിഗ്രിയാണ്. ഇതിന്റെ പാദം 4 സെന്റിമീറ്റർ ആണ്. ഈ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്. എടാ, ഒരു പാരലലോഗ്രാമിന്റെ പരപ്പളവ് ഏരിയ എങ്ങനെ കാണാം? ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കാണാം? ഏരിയ ഇസ് ഈക്വൽ ടു BH ആണ്. ഏരിയ എങ്ങനെ കാണാണ്? BH, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ഏരിയ ഇസ് ഈക്വൽ ടു, നന്നായി ശ്രദ്ധിച്ചോ, ഏരിയ ഇസ് ഈക്വൽ ടു ബേസ്. പാദം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിലുണ്ട്. 4 ഇൻറ്റു ഹൈറ്റ്. ഉയരം നമുക്കറിയില്ല, അപ്പൊ ഉയരം നമ്മൾ കണ്ടെത്തണം. ഏതായിരിക്കും ഉയരം? ഈ കാണുന്നതായിരിക്കും എന്ത്? ഉയരം. സെറ്റാണല്ലോ. ഈ കാണുന്നതാണ് ഉയരം. അത് എത്രയാണെന്ന് മക്കളെ നമുക്കറിയണം. അതെങ്ങനെ കണ്ടെത്താം? ഇവിടെ 45 ഡിഗ്രിയാണ്. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90. അപ്പൊ നമുക്ക് ഇവിടെ ത്രികോണം കിട്ടിയത് ഏതാ? 45:90. 45:90 ആണെങ്കിൽ അതിന്റെ അംശബന്ധം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് നമ്മൾ പഠിച്ചത്? 1:1:√2. ഒന്ന് നോക്കിക്കേ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √2 ആണെങ്കിൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരണം? 1 വേണം. ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ് വന്നത്? 2 ആണ് വന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ് വന്നത്? 2. അപ്പൊ ബാക്കി എത്രയായിരിക്കും? 2/√2. ഇവിടെ എത്രയായിരിക്കും? 2/√2. അപ്പൊ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2/√2. അപ്പൊ ഉയരം നമുക്ക് എത്ര കിട്ടി? എടാ, ഉയരം നമുക്ക് എത്ര കിട്ടി? 2/√2 കിട്ടി. സെറ്റാണോ? എടാ, കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഞാനിത് ഡിവൈഡ് ചെയ്ത് 2 ആക്കി വെക്കുന്നുണ്ട്. റെഡി? ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇതൊന്ന് സോൾവ് ചെയ്തേ. ദിസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു മുകളിലത്തെ 2നെ ഞാൻ √2 ഇൻറ്റു √2 ആയിട്ട് മാറ്റി എഴുതി /√2. മുകളിലത്തെ ഒരു √2ഉം താഴത്തെ ഒരു √2ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര കിട്ടും? 4√2 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ആദ്യത്തെ ചിത്രത്തിന്റെ പരപ്പളവ് നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടിയത് മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞേ. ആദ്യത്തെ ചിത്രത്തിന്റെ പരപ്പളവ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 4√2. അങ്ങനെയെങ്കിൽ ഇനി രണ്ടാമത്തെ ചിത്രം ഒന്ന് പരിഗണിക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണേണ്ടത് എന്ത് തന്നെയാണ്? ഏരിയ തന്നെയാണ്. നമുക്ക് കാണേണ്ടത് എന്ത് തന്നെയാണ്? ഏരിയ തന്നെയാണ്. ഒന്ന് നോക്കിയേ, ഏരിയ ഇസ് ഈക്വൽ ടു BH, ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെയാണ്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം പാദം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. പാദം എത്രയാണ്? 4 ഇൻറ്റു ഉയരം നമുക്കറിയില്ല. അപ്പൊ ഇത് കണ്ടെത്തണം. ഇതാണ് ഇതിന്റെ ഉയരം. ഉയരം നമുക്കറിയില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. മക്കളെ ഒന്ന് നോക്കിക്കേ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ നമ്മുടെ ത്രികോണം ഏതാ? 30:60:90. ഇതിന്റെ അംശബന്ധം എന്താ? 1:√3:2. ഇനി ഒന്ന് പറഞ്ഞേ നിങ്ങൾ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2. അപ്പൊ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? √3 ആയിരിക്കും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? √3. അപ്പൊ ഉയരം നമുക്ക് കിട്ടി. എത്രയാണ്? √3. അപ്പൊ 4√3 ആണ് ഇതിന്റെ പരപ്പളവ്. സെറ്റാണല്ലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളിപ്പോൾ പഠിച്ച ഈ അംശബന്ധം, വശങ്ങളും കോണുകളും, സൈഡ്സ് ആൻഡ് ആംഗിൾസ് യൂസ് ചെയ്തിട്ട് 2 ത്രികോണങ്ങൾ പഠിച്ചു. അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് പോവാം. എന്താണ് കൺസെപ്റ്റ്? എന്റെ കയ്യിൽ ഒരു ത്രികോണമുണ്ട്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒരു മട്ട ത്രികോണമാണ്. ഈ മട്ട ത്രികോണം റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ മൂലയിലുള്ള ആംഗിൾ ഞാൻ x എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 പുതിയ വാല്യൂകൾ പഠിക്കാൻ പോവാണ് മക്കളെ. 3 പുതിയ വാല്യൂ പഠിക്കാൻ പോവാണ്. ഏതാണ് ആ 3 പുതിയ വാല്യൂസ്? സൈൻ, കോസ്, ടാൻ. ഏതാണ്? സൈൻ, കോസ്, ടാൻ. എന്താണ് സൈൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് എതിർവശം ബൈ കർണം. സെറ്റാണല്ലോ. കോസ് എക്സ് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് സമീപവശം ബൈ കർണം. മലയാളത്തിൽ സമീപവശം ബൈ കർണം. ടാൻ ആണെങ്കിലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഇനി ഇത് എന്താണെന്ന് നോക്കാം. വെറുതെ ഇതിലൊന്ന് കൊടുത്തു നോക്കാം. ഞാൻ ആദ്യം സൈൻ എക്സ് കാണാൻ പോവാണ്. സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് നമ്മൾ പഠിച്ചത് ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഏതിന്റെ? എക്സിന്റെ എതിർവശം. എടാ, എക്സിന്റെ എതിർവശം ഏതാണ്? എ ബി ആണ്.
അപ്പൊ AB/. കർണം, ഈ ചിത്രത്തിൽ കർണം ഏതാണ്? AC ആണ് ഈ ചിത്രത്തിലെ കർണം. അപ്പൊ AB/AC. സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് കോസ് ഒന്ന് ചെയ്ത് നോക്കാം. കോസ് എക്സ് സമം കോസ് എക്സ് ഒന്ന് ചെയ്ത് നോക്കാം. എന്താ കോസ്? അഡ്ജസന്റ് സൈഡ് ആണ് സമീപവശം. ഏതിന്റെ? എക്സിന്റെ സമീപത്ത്. എക്സിന്റെ സമീപത്തുള്ള വശം ഏതാണ്? ഇത് എതിർവശമാണ് അല്ലെ? എതിർവശമാണ്. ഇതാണ് എന്ത്? സമീപവശം BC. അപ്പൊ സമീപവശം ഏതാണ്? BC/. കർണം ഏത് തന്നെയാണ്? AC തന്നെയാണ്. BC/AC. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ടാൻ ചെയ്യാൻ പോവാണ്. ടാൻ എക്സ് സമം എന്താണ്? ടാൻ എക്സ് മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞ എന്താണ് ടാൻ എക്സ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എതിർവശം ഏതാ? എതിർവശം AB ആണ്. എതിർവശം AB/. സമീപവശം ഏതാണ്? എക്സിന്റെ സമീപവശം ഏതാണ്? BC ആണ്. AB/BC. ഇങ്ങനെയാണ് നമ്മൾ സൈന് കോസ് ടാൻ ഒക്കെ എന്ത് ചെയ്യാൻ പോവാ? കണ്ടെത്താൻ പോവാ. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ത്രികോണം ഉണ്ടല്ലോ, നേരത്തെ പഠിച്ച ത്രികോണം ഏതാ? ഈ രണ്ട് ത്രികോണങ്ങളിലും നമുക്ക് സൈന് കോസ് ടാന് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനാദ്യം ഈ ത്രികോണത്തിന്റെ കോണുകൾ എത്രയാണ്? 45 ഡിഗ്രി. ഇതെത്രയാണ്? 45 ഡിഗ്രി. ഇതെത്ര ഡിഗ്രി ആയിരുന്നു? 60 ഡിഗ്രി. ഇതെത്ര ഡിഗ്രി ആയിരുന്നു? 30 ഡിഗ്രി. സെറ്റ് ആണല്ലോ. അംശബന്ധം പറഞ്ഞേ 1:1√2. സെറ്റ് ആണല്ലോ. ഇവിടെയോ 1:√3:2. ഇനി ഞാൻ ആദ്യത്തെ ത്രികോണമാണ് എടുക്കുന്നത്. ആദ്യത്തെ ത്രികോണത്തിൽ സൈൻ 45 ചെയ്യാൻ പോവാ. സൈൻ 45. എന്താ സൈൻ 45? ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ബൈ കർണം. എതിർവശം ബൈ കർണം എത്രയാണ്? എതിർവശം എത്രയാണ്? 1/√2. സെറ്റ് ആണല്ലോ. ഇനി കോസ് 45 നോക്കാം. കോസ് 45 സമം എന്താ? 45ന്റെ സമീപവശം എത്ര തന്നെയാണ്? 1 തന്നെയാണ്. കർണം എത്രയാണ്? √2. ഇനി അടുത്തത് ടാൻ 45. ടാൻ 45 സമം എതിർവശം ബൈ സമീപവശം. എതിർവശം ബൈ സമീപവശം അതായത് 1/1. 1/1 എത്രയാണ്? 1 തന്നെയാണ്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തതിന് നമ്മൾ ഇപ്പുറത്താണ് മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതാണ്? സൈൻ 30. സൈൻ 30 ഏതാ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1 ബൈ കർണം എത്രയാണ്? 2. അടുത്തത് കോസ്. അടുത്തത് നന്നായിട്ട് ശ്രദ്ധിച്ചോ. കോസ് 30 സമം എന്താ? കോസ് 30 സമീപവശം ബൈ കർണം ഏതാ? സമീപവശം √3 ബൈ കർണം എത്രയാണ്? 2 ആണ്. അടുത്തത് ടാൻ 30. ടാൻ 30 എന്താ? എതിർവശം ബൈ സമീപവശം അതായത് 1/√3. സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ 60 എടുക്കാൻ പോവാണ്. സൈൻ 60 എത്രയാണ്? സൈൻ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? √3. കർണം എത്രയാണ്? 2 ആണ്. അതായത് √3/2. അടുത്തത് കോസ് 30. കോസ് 30 ആണോ? അല്ല. കോസ് 60ന്റെ സമീപവശം 1. കർണം എത്രയാണ്? 2. എത്രയാണ്? 1/2. കോസ് 60 എത്രയാണ്? 1/2. ഇനി ടാൻ 60 സമം എന്താണ്? എതിർവശം √3 ബൈ സമീപവശം 1 എത്രയാണ്? √3 കിട്ടി. സെറ്റ് ആണല്ലോ. ഈ അളവുകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഈ രണ്ട് ത്രികോണത്തിൽ നിന്ന് നമുക്ക് ഇത്രയും ഡാറ്റകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ടാബിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കിക്കേ. ടെക്സ്റ്റിൽ തന്നെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആംഗിൾ കോൺ 30, 45, 60 അല്ലെ? 30, 45, 60. എന്നിട്ട് ചിത്രത്തിൽ സൈൻ 30 എത്രയാണ്? 1/2 ആണ്. കോസ് 30 എത്രയാണ്? √3/2 ആണ്. അതുപോലെ സൈൻ 45 എത്രയാണ്? 1/√2 ആണ്. കോസ് 45 എത്രയാണ്? 1/√2 തന്നെയാണ്. സൈൻ 60 എത്രയാണ്? √3/2 ആണ്. കോസ് 60 എത്രയാണ്? 1/2 ആണ്. അപ്പൊ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മള്
നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ഈ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു. കാരണം 1:1:√2 നമുക്കറിയാം, 1:√3:2 ഇത് നമുക്കറിയാം. പിന്നെ സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, എതിർവശം ബൈ കർണമാണ്. കോസ് സമീപവശം ബൈ കർണമാണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ദെൻ ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശമാണെന്നൊക്കെ നമുക്കറിയാം. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് വാല്യൂ കിട്ടും. വെറുതെ കാണാതെ പഠിക്കേണ്ടതില്ല. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ടത് എന്താണ്? ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്, വൃത്തങ്ങളും ത്രികോണങ്ങളും എന്ന് പറയുന്ന ഒരു എളുപ്പമുള്ള ഭാഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കടക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ലെങ്ത് ഓഫ് കോഡ്, ഞാണിന്റെ നീളം കാണാനാണ് പഠിക്കുന്നത്. എന്താണ് ഞാണിത? ഇത് നോക്കിയേ, ഇതിനകത്തൊരു ത്രികോണം. ഈ ത്രികോണത്തിൽ ഒരു കോഡ് ഉണ്ട്. ഏതാ? AB. ഇതിന്റെ നീളം കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 2r sin c/2 ആണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് r? r എന്ന് പറയുന്നത് ഇതിന്റെ ആരമാണ്, റേഡിയസ് ആണ്. ഇനി c എന്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. c എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിനെയാണ് നമ്മൾ എന്ത് പറയാ? c എന്ന് പറയാ. കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിനെയാണ് നമ്മൾ എന്ത് പറയാ? c അഥവാ സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. റെഡി ആണല്ലോ? അപ്പൊ ഒരു വൃത്തത്തിൽ ഒരു ത്രികോണം ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അതിന്റെ കോഡ്, ഞാണിന്റെ നീളം നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഓഫ് കോഡ് 2r sin c/2. ഞാണിന്റെ നീളം 2r sin c/2. sin c/2 എന്ന് പറഞ്ഞാൽ കേന്ദ്രകോണിന്റെ പകുതി. റെഡി ആണല്ലോ? r എന്ന് പറഞ്ഞാൽ ആരം, റേഡിയസ് ആണ്. c എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ്, അതായത് കേന്ദ്രകോണം. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ദി സർക്കിൾ, ഈച്ച് സർക്കിൾ. ഓരോ സർക്കിൾ ഇതിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ റേഡിയസ് കാണാം. റേഡിയസ് കാണുന്നതിന് മുമ്പ് ഈ സർക്കിളിന് ഒരു കേന്ദ്രം ഉണ്ടാവും. ഈ സർക്കിളിന് എന്തുണ്ടാവും? ഒരു കേന്ദ്രം ഉണ്ടാവും. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഞാണിന്റെ നീളം, ഇതിന് പേര് കൊടുക്കുകയാണ് ABC എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിച്ചു. നമുക്ക് ആകെ അറിയാവുന്നത് ഞാണിന്റെ നീളം കാണാനുള്ള ഇക്വേഷനാണ്. ഇതില് ഞാണിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോവാ. എന്താണ്? ലെങ്ത് ഓഫ് കോഡ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ, ലെങ്ത് ഓഫ് കോഡ്. ഞാണിന്റെ നീളം കാണാൻ ഇക്വേഷൻ എന്താ? 2r sin c/2 ആണെന്ന് നമുക്കറിയാം. ഇനി ഇതിൽ മറഞ്ഞിരിക്കുന്ന അളവുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഇതാണ് ആരം. ഇതാണ് എന്ത്? ആരം. ഈ കാണുന്നത് എന്ത് തന്നെയാണ്? ആരം തന്നെയാണ്. അപ്പോ നമുക്ക് കാണേണ്ടത് ആരമാണ്, റേഡിയസ് ആണ് കാണേണ്ടത്. ഒന്ന് നോക്കിക്കേ, ഇവിടെ വൃത്തത്തിലെ കോൺ 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് സി കിട്ടി. എത്രയാണ്? 60 ഡിഗ്രിയാണ്. റെഡി? സി കിട്ടി 60 ഡിഗ്രി. ഇനി എ ബിയുടെ നീളം നമുക്കറിയാം, എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് കോഡ്, ഇവിടെ ഞാൻ ഏതാണ്? എ ബി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2r sin c/2. sin c/2 നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ എ ബി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ? 2 സമം 2r sin c/2. sin c, കേന്ദ്രകോൺ എത്രയാണ്? 60. അപ്പൊ അതിന്റെ പകുതി എത്രയാണ്? 30 ഡിഗ്രി. ഇനി sin 30ന്റെ വാല്യൂ എത്രയാണെന്ന് അറിയണം. sin 30ന്റെ വാല്യൂ നമ്മൾ ഇവിടെ വരച്ച് കണ്ടെത്താണ്. sin 30ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വരച്ച് കണ്ടെത്താൻ പോവാം. എടാ 30 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തിക്കേ. ഏതാണ്? 90. ഇതെത്രയായിരുന്നു? 60. ഇതെത്രയായിരുന്നു? 30. അല്ലെ? 1:√3:2. ഇനി sin 30ന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്താൻ പോവാണ്. sin 30 സമം എതിർവശമാണ്. sin 30 എന്താ? എതിർവശം 1 ബൈ ഹൈപ്പോട്ടനസ് 2. എത്രയാണ്? 1/2 ആണ്. sin 30 എത്രയാണ്? 1/2. അപ്പൊ 2 2r sin 30. sin 30 എഴുതണ്ട. sin 30ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1/2 കിട്ടിയിട്ടുണ്ട്. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ ഈ 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ 2 r അല്ലെങ്കിൽ r 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഈ ചിത്രത്തിൽ ആരം കാണാൻ നമ്മളോട് ചോദിച്ചു. നമ്മളെടുത്ത ഇക്വേഷൻ എന്താണ്? കോഡിന്റെ നീളം കാണാനുള്ള, ഞാണിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. 2r sin c/2 ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തി. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. എന്താണ്? റേഷ്യോ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ അംശബന്ധം. റെഡി ആണല്ലോ മക്കളെ? നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. എന്റെ കയ്യിൽ 3 ത്രികോണങ്ങളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടാണ് പറയുന്നത്. 3 ത്രികോണം. ഒന്നാമത്തെ ത്രികോണത്തിലെ 3 കോണുകളും 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്ന് വിചാരിച്ചോ. ഇത് 50 ഡിഗ്രി,
ഇത് 60 ഡിഗ്രി, ഇത് 70 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. രണ്ടാമത്തെ ത്രികോണത്തിൽ രണ്ട് കോണുകൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു 30 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ, ഇതൊരു 40 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് എത്ര വരും? ഇതൊരു 110 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു കോൺ 90 ഡിഗ്രിയാണ്, അടുത്തത് രണ്ടും 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്ന് വിചാരിച്ചോ. ഒരു 40 ഡിഗ്രി, ഒരു 50 ഡിഗ്രി. ഇത് ഞാൻ എക്സാമ്പിൾ എടുത്തതാണ്. ഇനി നമ്മള് 90 ഡിഗ്രിക്കെതിരെയുള്ള വശം ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ 3 എണ്ണത്തിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സർക്കിൾ ഉണ്ട് എന്ന് മക്കൾ എന്ത് ചെയ്യണം? വിചാരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം, ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആണ് നമ്മൾ കാണുന്നത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ, ഇത് 50 ഡിഗ്രി ആണെങ്കിൽ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം 2r sin 50 ആണ്. 50 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം എത്രയാണ്? 2r sin 80. അപ്പൊ 70 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 2r sin 70. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം എത്രയാണ്? 2r sin 60 ആണ്. ഇത് ഏത് കേസിലാണ് ആപ്ലിക്കബിൾ? 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2r sin 50, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2r sin 60, 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2r sin 70. ഏത് കണ്ടീഷനിൽ? കോൺ എത്രയായിരിക്കണം? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇതിന്റെ കേസ് നിങ്ങളത് പറഞ്ഞേ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 90 ഡിഗ്രിയേക്കാൾ കുറവാ. അപ്പൊ എത്രയാണ്? 2r sin 30. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2r sin 40. ഇനി 110 ഡിഗ്രി, അത് 90 ഡിഗ്രിയുടെ മുകളിലാണ്, അത് 2r sin. 90 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ സൈൻ 180 മൈനസ് 110 ആണ് ചെയ്യേണ്ടത്. 2r sin 180 ആണ് ആകെ, അതിൽ എത്ര പോയി? 110 ആണ് ചെയ്യേണ്ടത്. നന്നായിട്ട് മനസ്സിലാക്കിക്കോ. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ആ കോണിന്റെ എതിർവശം 2r sin 30 ആണെങ്കിൽ 2r sin 30, 40 ആണെങ്കിൽ 2r sin 40, 50 ആണെങ്കിൽ 2r sin 50, 60 ആണെങ്കിൽ 2r sin 60, 70 ആണെങ്കിലോ 2r sin 70. ഇനി 90 ഡിഗ്രിയുടെ മുകളിൽ പോവുകയാണെങ്കിൽ 2r sin 180 മൈനസ് 110 ആണ് കൊടുക്കേണ്ടത്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കോൺ 90 ഡിഗ്രി വരികയാണെങ്കിൽ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2r sin 50 ആണ്. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2r sin 40 ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2r മാത്രമേ ഉള്ളൂ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയേ ഉള്ളൂ? 2r മാത്രമേ ഉള്ളൂ. അവിടെ ഇനി സൈൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ 2r sin ഏതാണോ ആ കോൺ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ 2r sin 180 നിന്നും ആ തന്ന കോൺ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇനി എക്സാക്ട്ലി 90 ഡിഗ്രി, കറക്റ്റ് 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2r ആയിരിക്കും. സെറ്റ് ആണല്ലോ. അത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? എക്ക് ഓപ്പോസിറ്റ് 2r sin a, ബിക്ക് ഓപ്പോസിറ്റ് 2r sin b, സിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2r sin c. ഈ എ എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ 2r sin 180 മൈനസ് എ. ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2r. അതെങ്ങനെ വന്നെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. എന്താ? വ്യാസത്തിന്റെ രണ്ടറ്റം വൃത്തത്തിൽ കൂട്ടിമുട്ടിയാൽ 90 ഡിഗ്രി. അതായത് ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്നത് എന്തായിരിക്കും? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിരിക്കും. അതാണ് എന്ത്? 2r. 2 ആരം, 2 റേഡിയസ്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എന്താ? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും കോണുകൾ കണ്ടെത്തണം. 3 വശങ്ങളുടെയും നീളം കണ്ടെത്തണം. അപ്പൊ അതിനാദ്യം നമ്മൾ പേര് കൊടുക്കാൻ പോവാം. എ, ബി, സി കൊടുക്കാൻ പോവാം. റെഡി ആണല്ലോ. ഇനി നമുക്ക് ഇത് 55 ഡിഗ്രി, എടാ ഇത് 55 ഡിഗ്രി, ഇത് 40 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും? 180 നിന്നും 55ഉം 40ഉം 95 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 85 ഡിഗ്രി. സെറ്റ് ആണല്ലോ. യെസ്. ഇനി ഞാനിതിൽ എഴുതാൻ പോവാ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. 55 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശത്തിന്റെ നീളം എത്രയായിരിക്കും? 2r sin 55. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏതായിരിക്കും? 2r sin 60. 85 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2r sin 85. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണോ? യെസ്. ഇനി നമ്മൾ എവിടുന്ന് തുടങ്ങും? 85 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2r sin 85 ആണ്. ആ 2r sin 85 ചെയ്തപ്പോഴായിരിക്കും ഇവിടെ എത്ര കിട്ടിയത്? 4 സെന്റിമീറ്റർ കിട്ടിയത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മക്കളെ ശ്രദ്ധിച്ചോ. 2r
sin 85 ചെയ്തപ്പോഴാണ് എത്ര കിട്ടിയത്? 4 കിട്ടിയത്. അങ്ങനെയെങ്കിൽ 2r is equal to 4 by into sin 85 അപ്പുറത്തേക്ക് പോയാൽ എന്തായി? by sin 85. 2r സമം 4 by sin 85ന്റെ വാല്യൂ എത്രയാണ്? 0.996 ആണ്. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യും? താഴെ 3 പോയിന്റ് 3 സ്ഥാനമാണുള്ളത്. അപ്പൊ മുകളിൽ ഞാൻ 3 0 കൊടുത്തു. 4000 by 996. അതായത് 2r is equal to 2r സമം നമുക്ക് എത്ര കിട്ടി? 4.03 കിട്ടി. 2r 2 ആരം, അതായത് ഡയമീറ്റർ 2r നമുക്ക് എത്ര കിട്ടി? 4.01 കിട്ടി. ഇനി നമുക്ക് AC യുടെ നീളം കാണണമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് എന്ത് കാണണം? AC യുടെ നീളം കാണണമെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് AC സമം AC യുടെ നീളം എത്രയാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. AC യുടെ നീളം എത്രയാണ്? 2r sin 55 ആണ്. 2r sin 55 ഡിഗ്രി സമം 2r എത്ര കിട്ടി? 2r എത്ര കിട്ടി? 4.01 ഇൻറ്റു sin 55ന്റെ വാല്യൂ എത്രയാണ്? 0.8192 ആണ്. 4.01 ഇൻറ്റു 0.8192 അത് കുടിച്ചാൽ എത്ര കിട്ടും? 3.284 സെന്റിമീറ്റർ കിട്ടും. നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കിയാൽ മതി. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് AB യുടെ നീളം എത്രയാണെന്ന് കാണണം. എത്രയാ? 2r sin എത്രയാണ്? 2r sin ഇവിടെ ഞാൻ 60 എന്നാണ് എഴുതിയത്. മക്കളെ ഇവിടെ ഞാൻ 60 എന്നാണ് എഴുതിയത്. മാറി എഴുതിയതാട്ടോ. 40 ആണ്. ഇവിടെ 40 ഡിഗ്രി അല്ലേ? 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 2r sin 40 ആണ്. അതായത് 2r sin 40 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു 2r ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 4.01 ഇൻറ്റു sin 40ന്റെ 0.6428 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.01 ഇൻറ്റു 0.6428 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 2.578 സെന്റിമീറ്റർ കിട്ടും. സെറ്റ് ആണല്ലോ? അപ്പോ BC യുടെ നീളം 4 ആണെന്ന് ചോദ്യത്തിലുണ്ട്. AC യുടെ നീളം നമുക്ക് കിട്ടി 3.284. AB യുടെ നീളം നമുക്ക് കിട്ടി 2.578. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. 5 മാർക്കിനോ 6 മാർക്കിനോ SSLCക്ക് ചോദ്യം ചോദിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മളിതാ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ഒന്ന് നോക്കി. ഇതില് 2 പുതിയ ആംഗിളുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മേൽക്കോൺ അഥവാ അല്ലെങ്കിൽ കീഴ്ക്കോൺ. മേൽക്കോണും കീഴ്ക്കോണും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. എടാ, ഒരു കെട്ടിടം, നല്ല അടിപൊളി സുന്ദരമായ ഒരു കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പയ്യൻ, എ ബോയ്, ഒരു മനുഷ്യൻ, ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ കുറെ അപ്പുറത്തൊരു ടവർ. ഈ ടവർ ഏതാണെന്ന് അറിയാലോ നിങ്ങൾക്ക്? പാരീസിലുള്ള ലോകത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ടവറാണ്. ഈഫൽ ടവറാണ്. ഇത് നിൽക്കുന്നുണ്ട്. അപ്പോ ഈ കുട്ടി ടവർ ഇങ്ങനെ നോക്കാം. ഈ കുട്ടി എന്ത് ചെയ്യാണ്? ടവർ നോക്കാം. കുട്ടി ടവറിന്റെ മുകൾ ഭാഗവും നോക്കുന്നുണ്ട്, ടവറിന്റെ താഴ്ഭാഗവും നോക്കുന്നുണ്ട്. അപ്പോ ഈ കുട്ടി ടവറിന്റെ മുകൾ ഭാഗം നോക്കിയെന്ന് വിചാരിക്കാം. കുട്ടി ടവറിന്റെ മുകൾ ഭാഗം നോക്കിയെന്ന് വിചാരിക്കാം. ടവറിന്റെ മുകൾ ഭാഗം നോക്കി. അപ്പോ ഈ ടവറിന്റെ മുകൾ ഭാഗം നോക്കുന്നതിന് മുമ്പ് ഈ കുട്ടി ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയത് നമ്മൾ അടയാളപ്പെടുത്തണം. എങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വന്നാലും സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തും. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നതിൽ നിന്നും മുകളിലേക്ക് നോക്കുന്നതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ എന്ന് പറയുന്നത്. റെഡിയാണോ? അപ്പൊ മേൽക്കോൺ അഥവാ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നതിൽ നിന്നും മുകളിലേക്ക് എത്ര പോയി എന്നാണ് നോക്കുന്നത്. ഇനി ഇവൻ താഴത്തേക്ക് നോക്കുന്നു എന്ന് വിചാരിക്കാം. താഴത്തേക്ക് നോക്കുന്നു. ഈ ടവറിന്റെ താഴത്തേക്ക് നോക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയാ? കീഴ്ക്കോൺ എന്ന് പറയാം. എടാ, കീഴ്ക്കോൺ ഇവിടെ ഉണ്ടാവുന്ന കോണാണോ ഇവിടെ ഉണ്ടാവുന്ന കോണാണോ? മുകളിൽ ഉണ്ടാവുന്ന കോണാണെന്ത്? കീഴ്ക്കോൺ. മുകളിൽ മീൻസ് ഇതാ ഈ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന കോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീഴ്ക്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത്? കീഴ്ക്കോൺ. സെറ്റ് ആണല്ലോ? അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മുകളിലേക്കുള്ള കോണിനെ ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോൺ എന്നും സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും താഴത്തേക്കുള്ള കോണിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്ക്കോൺ എന്ന് പറയും. ഈ കൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആദ്യം കുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നോക്കണം. അവിടുന്ന് അവൻ എത്ര മുകളിലേക്ക്?
അവിടുന്ന് എത്ര താഴത്തേക്ക് എന്നുള്ളതാണ്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും മുകളിലേക്കുള്ളതിനെ ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണെന്നും സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും താഴത്തേക്കുള്ളതിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോണെന്നും പറയുന്നു. സെറ്റാണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ കുറച്ച് വേഗത്തിൽ ഓടിച്ചു പറഞ്ഞതാണ് വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടി. അപ്പൊ എന്റെ മക്കൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കണം. അത് നമ്മൾ ആ കൺഫ്യൂഷൻസ് പരിഹരിക്കുന്ന രീതിയിലാണ് ഇനി വരുന്ന പാർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിർബന്ധമായിട്ട് നിങ്ങൾ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.